ഏവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നുണ്ടല്ലോ, നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട് പണിയണം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു. അത് ലെവൽ ചെയ്യുന്നത് കാണിച്ചു. അപ്പോൾ അതൊക്കെ നമുക്ക് ഒത്തിരിയധികം സന്തോഷമുണ്ടായി. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന് കുറച്ച് കമൻസുകളൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കമൻറ്റുകളുടെ ഒരു കാര്യവും കൂടിയാണ് ഇന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ പലരും വിചാരിക്കാം, എല്ലാവരും അല്ല കേട്ടോ, ചിലരൊക്കെ വിചാരിക്കാം, ഓ ഇവരൊരു വീട് പണിയണ കാര്യം അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ സ്ഥലം വാങ്ങിച്ച കാര്യത്തെക്കുറിച്ച് ഇത്രയധികം എന്താ പറയാനുള്ളതെന്നൊക്കെ ചിന്തിക്കാം. ആ ഒരു സംഭവം മനസ്സിലാവണേ ഉണ്ടല്ലോ, നമ്മളെപ്പോലെ നമ്മുടെ സെയിം വേവ് ലെങ്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള സെയിം ഫീലിങ്സ് മനസ്സിലായിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവത്തുള്ളൂ. കാരണം ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പഴയ വീട്. കമൻസിൽ വന്നൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ പഴയ വീടിന് എന്താ കുഴപ്പം? നിങ്ങളുടെ വീട് നല്ല വീടല്ലേ, ഒരു സ്വർഗ്ഗമല്ലേ അത്? അച്ഛനും അമ്മയും ഇപ്പോഴും ഇത്രയധികം വളരെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതിൻ്റെ പിന്നിലൊക്കെ ആ വീടാണ് എന്ന് കുറച്ച്, അതുകൊണ്ട് എന്തിനാണ് പുതിയൊരു വീട്ടിലേക്ക് പോകുന്നത് എന്ന് കുറേ കമൻസ് ഉണ്ടായിരുന്നു. കുറേ കമൻസിനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതാണ് ഒരു കമൻറ്റ് വന്നത്. പിന്നെ ചിലർ പറഞ്ഞു, നിങ്ങൾ അവിടെ വീട് വെക്കൂ, നല്ല കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞു. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞാൽ നമ്മുടെ പഴയ വീട് കുഞ്ഞു വീടാണ്, ഒരു ഓടിട്ട ചെറിയ വീടാണ്. എന്നോട് ഒത്തിരി ആളുകൾ ആ വീട്, ശരിക്കും പറഞ്ഞാൽ 2 മുറിയുള്ള ഒരു ചെറിയൊരു ഓടിട്ട വീട്, ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന വീട് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ വീടാണ്. ഒത്തിരി വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ ആ വീട്. നിങ്ങൾ ഇമാജിൻ ചെയ്യണേക്കാളും കൂടുതൽ പഴക്കമുള്ളൊരു വീടാണ് ആ വീട്. അപ്പം എല്ലാവരും ആ വീട് രണ്ടാമത് പിന്നീട് ഇപ്പോൾ കാണുന്ന വീടിൻ്റെ ഫ്രണ്ടേജൊക്കെ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയെടുത്താണ്. ആ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു ഹാളും ഒരു സിറ്റ് ഔട്ടും പിന്നെ ഒരു മുറിയൊക്കെ കൂട്ടിയെടുത്ത് അതൊരു വേറെ രീതിയിലാക്കി. വേറെ വലിയ ലെവലൊന്നും അല്ല, ഒരു സാധാ വീടാണ്. പക്ഷെ നമുക്ക് പ്രത്യേകം ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ചില സൗകര്യങ്ങളൊക്കെ ആക്കി നമ്മൾ ആ വീടെടുത്തു. പിന്നെ മറ്റൊരു കാര്യം, ചെറിയ വീടാണെങ്കിലും ആ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് ഏതാണ്ട് 900 സംതിങ് സ്ക്വയർ ഫീറ്റ്, അത് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ അല്പം കുറവ്, അത്രേ ഉള്ളൂ. ഒരു ഓടിട്ട വീടാണെങ്കിലും അത്രയും സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണത്. ഓക്കെ. അപ്പൊ അതിന്റെ പിന്നിൽ അപ്പൊ എന്നോട് കുറെ ആൾക്കാർ, ഈ വീട് രണ്ടാമത് നമ്മൾ പണിതല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിലേക്ക് നമ്മൾ ഹാള് പണിതു, സൈഡിലേക്ക് മുറിയൊക്കെ പണിത സമയത്ത് എല്ലാ ആൾക്കാരും, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ, നമ്മളെ അറിയണ ആൾക്കാരെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വീട് എന്തിനാ ഇനി പണിയുന്നത്? ഒന്ന് ഇത്രയും പഴക്കമുള്ള വീട്, ആ വീട് എന്തിനാ പണിയുന്നത്? ആ വീട് ഡിസ്പോസ് ചെയ്യുക, ആ വീട് തട്ടി മാറ്റിയിട്ട് അവിടെ വേറൊരു നല്ലൊരു വാർക്ക വീട് നന്നായിട്ട് പണിയൂ എന്ന് പറഞ്ഞു. ആ വീട് ഉപയോഗിക്കണ്ട, വെറുതെ എന്തിനാ അതിൻ്റെ അകത്തേക്ക് പൈസ മുടക്കണേന്ന് ചോദിച്ചു. കുറേ പൈസ മുടക്കിയിട്ടാണ് കേട്ടോ ആ വീട് അവിടെ പണിത, രണ്ടാമത് അവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പണിതത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് അറിയാം, മോളിൽ നിന്ന് നമ്മൾ ഈ ഒരു സിമെൻറ്റ് കട്ട, അന്ന് ഏതാണ്ട് ഒരു സിമെൻറ്റ് കട്ടയുടെ, ഇത് പണിയുന്ന സമയത്ത് സിമെൻറ്റ് കട്ടയ്ക്ക് 22 രൂപ എങ്ങാണ്ടായിരുന്നു സിമെൻറ്റ് കട്ടയുടെ വില ഉണ്ടായിരുന്നത്. ഇപ്പം അത് റേറ്റ് നിങ്ങൾക്കറിയാം, ഭയങ്കരമായിട്ട് റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ 22 രൂപ റേറ്റ് ഉള്ള സമയത്ത് നമ്മൾ സിമെൻറ്റ് കട്ട കൊണ്ടുവന്നപ്പോൾ അന്ന് 10 രൂപ, അതായത് 20 രൂപയുടെ കട്ട, 20, 22 അതാണ് ആ റേറ്റാണ് തോന്നുന്നത്. അപ്പോൾ 20 രൂപയുടെ ഒരു കട്ട ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ 10 രൂപ ലേബർ കോസ്റ്റ് ആകുമായിരുന്നു. കട്ടയുടെ പകുതി വില ലേബർ കോസ്റ്റ് വരുമായിരുന്നു. അപ്പോൾ ചിന്തിച്ച് നോക്കാം അത് എത്രമാത്രം ബുദ്ധിമുട്ട് അവിടെ വീട് പണിയാൻ. എന്നിട്ടും ആ വീട് എന്തിനാ അവിടെ പണിയുന്നതെന്ന് ഒത്തിരി പേര് അന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. പക്ഷെ ആ വീട് പണിതിട്ട് ഞങ്ങളിപ്പോൾ കുറേ നാൾ ആ വീട്ടിൽ താമസിച്ചു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ പഴയ കൊച്ചു വീടില്ലേ, കുറേ പേര് പറഞ്ഞു അതൊരു നല്ല വീടല്ലേ, അതാണ് സത്യമാണ് കേട്ടോ. അത് നല്ല വീടാണ്, അത് ഭയങ്കര വെൽ ഓർഗനൈസ്ഡ് വീടൊന്നും അല്ല. നമ്മളിപ്പോൾ ഒരു വീട് പണിയുമ്പോൾ ഇന്നത്തെ ജനറേഷനിലെ ആൾക്കാർ ബെഡ്റൂം, ഹാള്, കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ വെൽ ഓർഗനൈസ്ഡ് ആണ്. ഇതിപ്പോൾ 900 സ്ക്വയർ ഫീറ്റോളം ഉള്ള വീടാണെങ്കിൽ പോലും ആ വീട്ടിൽ അത്ര ഓർഗനൈസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം പണ്ടത്തെ പഴയ സ്ട്രക്ചറിൽ പണിത വീട്, അതിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്കറിയാം, ചെറിയ റൂമുകളായിരിക്കും, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ ഉള്ളിൽ വീടിൻ്റെ അകത്ത് ടോയ്ലറ്റ് ഇല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിലുണ്ട്. പക്ഷേ എങ്കിൽ ആ വീട് തട്ടിക്കളയാഞ്ഞതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ള കാര്യം പറയാലോ. എൻ്റെ അച്ഛനും അമ്മയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവർ അച്ഛൻ എന്ന് പറഞ്ഞാൽ, അച്ഛനൊക്കെ സത്യം പറഞ്ഞാൽ കൂലിപ്പണി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയുള്ള സാധാരണ, അത്രയധികം സാധാരണയായിട്ടുള്ള ആൾക്കാർ. നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാം ഒരു വീട് വെക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന്. അന്നത്തെ കാലത്ത് ഇത് തന്നെയാട്ടോ, വലിയ ബുദ്ധിമുട്ട് തന്നെ വീട് വെക്കണേ. കാരണം ഇന്നിപ്പോൾ ആൾക്കാർക്ക് ശമ്പളം കൂടിയെങ്കിൽ അന്ന് ശമ്പളം കുറവാണെങ്കിൽ എല്ലാത്തിനും ലേബർ എല്ലാം കുറവാണ്. ഇന്നുണ്ടായിരുന്ന അതേ ബുദ്ധിമുട്ട് തന്നെയാണ് അന്നും ഒരു വീട് വെക്കാനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വീട് കളയാഞ്ഞതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ,
ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു കട്ടക്ക് ഇത്രയും എക്സ്പെൻസിലാണ് അവിടെ കൊണ്ടുവന്നതെന്ന്. ഇതൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫീലിങ്സ് ഉണ്ട് കേട്ടോ. ആ വീടിന്റെ ഓരോ കട്ടയും അമ്മയൊക്കെ ചുമന്ന് അച്ഛൻ അത്രയധികം ചുമന്നു എടുത്തു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ അച്ഛൻ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴത്തേക്കും അമ്മയാണ് കൂടുതൽ സമയം അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഞങ്ങളുടെ നാട്ടിലല്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈരാറ്റുപേട്ടയിലാണ് കേട്ടോ. അപ്പൊ ഈരാറ്റുപേട്ടയിൽ അവിടെ താമസിച്ചാണ് അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ് അച്ഛൻ വീട്ടിൽ വരാറ്. അപ്പൊ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ അമ്മയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ വീട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് വീടിന്റെ പണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ വീടിന്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് അതിന്റെ ഓരോ കട്ടയും ചുമന്നോട്ട് വന്നതിൽ വലിയ കഥയുണ്ട്. അമ്മ ഇന്നും പറയും ആ വെട്ടുകല്ല് 2 വെട്ടുകല്ല് വീതം ഞാൻ ചുമന്നാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഇന്നും പറയാറുണ്ട്. അതായത് ഒരു കട്ട വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു കട്ടയും കൂടെ വെച്ചിട്ടാണ് ആ വീട്ടിലേക്ക് കല്ല് ചുമന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മണലൊക്കെ അന്നത്തെ കാലത്ത് നമ്മുടെ സാധാരണ ആറ്റുമണല, ആ മണലൊക്കെ റോഡിൽ അടിച്ചിട്ടിട്ട് അതൊക്കെ ചുമന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ആ വീട് പണിതിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കണം എത്രയധികം ബുദ്ധിമുട്ട് ആ ഒരു വീട് പണിയാനായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അത് ആ ഒരു വീട്ടിലെ ഓരോ കല്ലും ഓരോ ചുവരിനും അത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും വലിയൊരു പങ്കുണ്ട്. അച്ഛൻ കട്ട ചുമന്നില്ലേലും പൈസയുടെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് അല്ലേ. അപ്പൊ അമ്മ വീട്ടിലിരിക്കുവാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു വീടാണ് ആ വീട്. അപ്പൊ അവരുടെ അധ്വാനത്തിന്റെ ഒരു വലിയൊരു സംഭവം ആ വീട്ടിന്റെ അകത്തുണ്ട്. കാരണം ആ വീട്ടിൽ അവർ ഒരു വലിയ ഹൈടെക് വീട്ടിൽ താമസിച്ചാൽ പോലും ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖമല്ല ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നത്. കാരണം ഈ വീട്ടിൽ ഇച്ചിരി വിയർപ്പിന്റെ ഒരു നല്ലൊരു സുഖമുള്ള കുറെ ഓർമ്മകൾ അതിൻ്റെ അകത്തുണ്ട് ആ വീട് പണിതിൻ്റെ അകത്ത്. അമ്മ ഇന്നും പറയാറുണ്ട് ഒരു പൈസ പോലും കയ്യിലില്ലാത്തപ്പോഴാണ് ആ വീട് പണി ആരംഭിച്ചതെന്ന്. അതായത് അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞു ഈ വീട് പണി തുടങ്ങാൻ നേരത്തെ എൻ്റെ 20 രൂപ ഉണ്ടായിരുന്നു. 20 രൂപയും കൊണ്ടാണ് ആ വീട് പണിക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അന്നും അച്ഛൻ പറഞ്ഞു ഇപ്പൊ പണിയണ്ട പയ്യെ പണിയാം. ഇപ്പൊ ഞാൻ പറയണ പോലെ ഞാൻ പറയും ഈ പയ്യെ പയ്യാണ് പണിയാം അവിടെ നിൽക്കട്ടെ എന്ന് പറയും. അപ്പോൾ അച്ഛനും അന്ന് അങ്ങനെയായിരുന്നു പറഞ്ഞതെന്ന് അമ്മ പറയാറുണ്ട്. പിന്നെ പണിയാം അവിടെ നിൽക്കട്ടെ ഇപ്പൊ പൈസ ഒന്നും ഇല്ലല്ലോ എന്ന് പറയും. പക്ഷെ ആ 20 രൂപയും കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് പണിത ഒരു വീടായിരുന്നു ആ വീട്. അപ്പോൾ ആ വീട് തട്ടിക്കളയാൻ സത്യം പറയാലോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ആ വീട് ഞാൻ ആ വീട്ടിലൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഓട്ടോറിക്ഷ വരുന്ന വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ വീട് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചും കൂടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ആ വീടിനെ ഭംഗിയാക്കി വെച്ചേനെയാണ്. നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്രയും കാലം അവിടെ ആ വീട്ടിൽ ജീവിക്കുമായിരുന്നു. കാരണം പിന്നെ ഞങ്ങൾ ജനിച്ചതും വളർന്നതും ചേച്ചി ഞാൻ ഞങ്ങളുടെ ഒരു ലൈഫ് കാര്യങ്ങൾ നമ്മുടെ കഷ്ടപ്പാട് കുറേ ഉണ്ട് ആ വീടിൻ്റെ അകത്ത് പറയാനായിട്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന വിഷമങ്ങള് സന്തോഷങ്ങള് അങ്ങനെ കുറേ 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 ഓർമ്മകൾ ആ വീട്ടിൽ എവിടെ നിന്നാലും ഓർമ്മകളാണ് കേട്ടോ. ആ വീട്ടിന്റെ ഓരോ മുറികൾക്കും ഓരോ 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 മൂലകൾക്കും തന്നെ ഓരോ ഓർമ്മകളുണ്ട്. അതുപോലെ ആ വീടിന്റെ മുറ്റത്തിറങ്ങിയാലും സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ ഒത്തിരി ചെടികളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അപ്പൊ ചില ചെടികളൊക്കെ എൻ്റെ സിസ്റ്റർ നട്ട ചെടികളൊക്കെ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികളുണ്ട്. ആ ചെടികൾ അന്ന് ചേച്ചി ഇപ്പം ഇല്ല, മരിച്ചുപോയി. അപ്പൊ ചേച്ചി ഉള്ള സമയത്ത് ചേച്ചി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടുവരുന്ന ചെടികളുടെ ചില തൈകളൊക്കെ ഉണ്ട്. ആ തൈകളൊക്കെ ഇന്നും ആ ചട്ടികൾക്കകത്ത് ഇന്നും അത് റീപ്ലാന്റ് ചെയ്ത് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ എന്താ പറയുക കുറേ കാര്യങ്ങൾ നമ്മുടെ പറമ്പിലാണേലും നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അന്ന് ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ കളികൾ തമാശകൾ ചിരികളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അതൊക്കെ വലിയൊരു ഓർമ്മയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്നറിയാവോ, കുറേ പേര് പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെ ആരോഗ്യം ആ വീടും പറമ്പുമാണ്. സത്യമാണ് സംഭവം. കാരണം ആ പറമ്പിൽ അച്ഛനും അമ്മ എത്ര വിഷമം ഉണ്ടെങ്കിലും ആ പറമ്പിലൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എന്തെങ്കിലും കൃഷികളിലൂടെയൊക്കെ നടക്കുമ്പോൾ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. ആ സന്തോഷമൊക്കെ ഇട്ടെറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ. അത്രയ്ക്ക് ആ വീടിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ പോലും
ഇന്നത്തെ സാഹചര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും അവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല. നമ്മള് ശരിക്കും പറഞ്ഞാൽ പ്ലോട്ട് ക്ലിയർ ആയതേ ഉള്ളൂ. വീടിന് കല്ലിടുകയോ അങ്ങനെ ഒന്നും കാര്യം പറഞ്ഞാൽ ചെയ്തിട്ടില്ല ട്ടോ. തറയുടെ ഒരു പ്ലാൻ ഇന്നിപ്പോ എഞ്ചിനീയർ വന്നു. പ്ലാനൊക്കെ സെറ്റ് ചെയ്തു. എല്ലാം വെച്ചു. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല ട്ടോ. സത്യം ഞാൻ പറയാ. നമ്മുടെ കയ്യില് ഇപ്പൊ തന്നെ ചെയ്തത് തന്നെ പലതും കടത്തിലും കാര്യങ്ങളിലൊക്കെയാ നിക്കുന്നത്. എങ്ങനെ പോകുമെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോ ദൈവം ഒരു വഴി കാട്ടി തരുവായിരിക്കും നമുക്കെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ചെയ്യാനുള്ള കാരണം അത്രയും സ്ഥലം അവിടെ കുറേ സ്ഥലമുണ്ട് ഞങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നുമില്ല. 10, 24 സെന്റ് സ്ഥലത്താണ് ഞങ്ങൾ അവിടെ താമസിക്കുന്നത്. അവിടുന്ന് നമ്മൾ ഈ 4 സെന്റ് നമ്മുടെ എല്ലാ സൈഡിലും പോയി കഴിഞ്ഞാൽ നമുക്കൊരു 4 സെന്റ് സ്ഥലമാണ് വീട് വെക്കാനുള്ളത്. ഈ 4 സെന്റ് സ്ഥലത്തേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേങ്കില് പഴയ വീടിന്റെ ശാന്തതയും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെതായ സുഖമുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഇന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവിടെ ഒരു ഓട്ടോറിക്ഷ ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മറ്റൊരു സ്ഥലം വാങ്ങിക്കുകയോ വേറെ സ്ഥലത്ത് വീട് വയ്ക്കുകയോ ചെയ്യത്തില്ലായിരുന്നു. കാരണം അച്ഛൻ്റെ അമ്മയുടെ അസുഖവും കാര്യങ്ങളും വരുമ്പോൾ ഈ അടിക്കടി ആശുപത്രിയിൽ പോവുക വരിക. ഞാൻ പറയട്ടെ, ഒരു ഗ്യാസ് കുറ്റി കൊണ്ടുവരണമെങ്കിൽ പോലും അവിടെ ബുദ്ധിമുട്ടാണ്. ഒരു നിറകുറ്റി കൊണ്ടുവരണമെങ്കിൽ പോലും ഇപ്പം ഞാൻ അവിടെ ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ ഭയങ്കര പാടാണ്. ഇന്ന് എനിക്ക് ചുമക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ചുമന്ന് കൊണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു മെസ്സേജ് അയച്ചു വിട്ടു. ഇന്ന് ഇച്ചിരി മുമ്പ് ഒരു 10 മിനിറ്റ്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 10 മിനിറ്റ് മുമ്പ് അയച്ച മെസ്സേജാണ്. ഞങ്ങളുടെ വീടിന്റെ പുറകിൽ 2 വീട്ടുകാരുണ്ടായിരുന്നു. അവർക്ക് ഞങ്ങൾ വഴി കൊടുത്തു. അവർ മനുഷ്യരല്ലേ. ഒരു ടെമ്പോ പോകുന്ന മിനി ടെമ്പോ പോകുന്ന വഴിയാണ് ഞങ്ങൾ അവർക്ക് കൊടുത്തത്. ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടമുണ്ടായി. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. കാരണം അവർ മനുഷ്യരല്ലേ എന്നും പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ നമ്മൾ റോഡ് സൈഡിലും വഴിയുള്ള ആൾക്കാർക്കൊന്നും വഴിയില്ലാത്തവരുടെ ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കേട്ടോ. കാരണം നമ്മൾ വഴിയില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ ഇറ്റ്സ് ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. അല്ലാത്തപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണ്. അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബർ നിങ്ങളാണെങ്കിലും ആ മെസ്സേജ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. കാരണം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ അവിടെ വഴി കിട്ടത്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്കുണ്ട്, ഇവർക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ അവിടെ വഴിയില്ലാത്തത്. ഞങ്ങളൊരു 6-7 വീട്ടുകാർക്ക് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊന്നും വഴിയില്ല. എൻ്റെ വീടിന് തൊട്ട് താഴെയുള്ള വീട്ടിലെ അവിടുത്തെ വല്യച്ഛനാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഒരിക്കൽ ഹാർട്ടിന് പ്രോബ്ലം വന്ന് പുള്ളിക്കാരൻ അറ്റാക്ക് പോലെ വന്നു. പക്ഷെ പുള്ളിക്കാരനെ എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. ആ എടുത്തോണ്ട് പോകുന്ന സമയത്ത് എടുത്തോണ്ട് പോകാൻ ആൾക്കാർ വേണം. ഒരാളെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പിള്ളേരെ എടുത്തോണ്ട് പോകണ പോലെ പറ്റത്തില്ലല്ലോ. അപ്പൊ അപ്പുറം ഇപ്പുറയൊക്കെ ചെന്ന് ആൾക്കാർ വിളിച്ചുകൊണ്ട് വന്ന് ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് പോയപ്പോഴത്തെ അത്രയും താമസം നേരിട്ടുകൊണ്ട് ആ പുള്ളി ആ വഴിയുടെ പകുതിയായി ഇപ്പൊ മരിച്ചു വീണു. അപ്പൊ വീടിന്റെ മുകളിലേക്ക്, ഞങ്ങളുടെ വീടിന്റെ താഴെ, അപ്പൊ ഞങ്ങളുടെ വീടിന്റെ മുകളിലേക്ക് പോലും കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് മുമ്പ് തന്നെ ആ പുള്ളിക്ക് ഡെത്ത് സംഭവിച്ചു. അതുപോലെ അവിടുത്തെ വല്യമ്മ ഉണ്ടായിരുന്നു. ആ വല്യമ്മനെ ആശുപത്രി കൊണ്ടുപോകണം കസേരയിൽ ഇരുത്തിയിട്ട്, നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെയൊക്കെ വഴിയുണ്ട്, ഇങ്ങനത്തെയൊക്കെ സ്ഥലമുണ്ടോ എന്ന് ചിലപ്പോൾ ചിന്തിക്കാം കേട്ടോ. ആ കസേരയിൽ ഇരുത്തിയിട്ട് 4 പേരൊക്കെ അങ്ങനെയാണ് ആശുപത്രി കൊണ്ടുപോയത്. പുള്ളിക്കാരത്തി മരിച്ചുപോയി. പക്ഷേങ്കിൽ ഇതുപോലെ ഞാൻ പറയട്ടെ, വഴിയില്ലാത്തതിൽ വലിയ മരിച്ചു വീണ ആളുകളുള്ള സ്ഥലം ഞങ്ങളുടെ സ്ഥലം. ശരിക്കും പറഞ്ഞാൽ ഇത് കേരളത്തിലാണോ ഇന്ത്യ മഹാരാജ്യത്താണോ ഇങ്ങനെ നടക്കണമെന്ന് ചോദിക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുപോലെ വഴിയില്ലാത്ത സ്ഥലം ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വലിയ കുഗ്രാമത്തിലൊന്നും അല്ല ജീവിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ചിലർ ഇങ്ങനെ വഴി വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വഴിയുണ്ട് ഇനി അങ്ങോട്ട് വേണ്ട എന്നുള്ള കൺസെപ്റ്റ് മനുഷ്യനുള്ളപ്പോഴാണ് അങ്ങനെ. അല്ലെങ്കിൽ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ അത്രയും വീടുകളുണ്ട്. അവർക്ക് ഒരു വണ്ടി അത്യാവശ്യം ഒരു അപകടം പറ്റിയാലെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകാവുന്ന രീതിയിൽ ഒരു വണ്ടി കയറാവുന്ന രീതിയിലേക്ക് നമ്മൾ ഒരടി സ്ഥലമാണെങ്കിൽ പോലും വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കൊരു വഴി ചെയ്താൽ നല്ലതല്ലേ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ചിന്തിക്കാത്തടത്താണ് ഇങ്ങനെ ആളുകൾ മരണം പോലും സംഭവിക്കുന്നത്. ഇനി എൻ്റെ അമ്മയുടെ കേസിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള, അമ്മയ്ക്ക് ഹാർട്ടിന് ഈ ലങ്സിന് ഈ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ 2 സ്റ്റെപ്പ് വെക്കും, തളർന്നിരിക്കും. ഞാൻ നുണ പറയുന്നല്ലോ, സത്യസന്ധമായിട്ട് പറയാണ്. അന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതുണ്ട്, ഒരു മനുഷ്യനെ മനസ്സിലാവത്തില്ല. രാത്രിയിൽ അമ്മയ്ക്ക് ഒരു അത്യാവശ്യം രാത്രി ആയപ്പോഴാണ്, ഒരു 12 മണി സമയത്തോട് അടുത്തപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അമ്മേനെ 2 സ്റ്റെപ്പ് ഞാൻ പിടിച്ച് നടത്തും. അമ്മയ്ക്ക് അപ്പം തന്നെ ഹെവിനെസ് വന്നിട്ട് ഓക്സിജൻ കുറയും. അമ്മേനെ ഇരുത്തും, വീണ്ടും 2 സ്റ്റെപ്പ് വയ്ക്കും, ഇരുത്തും. അത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം അവിടെ. വീണ്ടും അങ്ങനെ കൊണ്ടുപോയിട്ടാണ് ആ ഒരു വഴിയുടെ മുകളിൽ കയറ്റി അമ്മേനെ ആശുപത്രി കൊണ്ടുവന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യം കൊണ്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വഴിയുള്ള സ്ഥലത്തേക്ക് വരാൻ
ഇടയായത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ദൈവം ഒന്ന് സഹായിക്കണം, നിങ്ങളും ഒന്ന് പ്രാർത്ഥിക്കണം. വീട് വെക്കാൻ ഒന്നും ഒരു സെറ്റപ്പും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷെ എങ്ങനെയെങ്കിലും വെക്കണം. കാരണം അച്ഛനും അമ്മയ്ക്കും ഞാൻ ഉള്ള കാര്യം പറയല്ലോ, അച്ഛനും അമ്മയ്ക്കും ഒരു വീട്ടില്, ഒരു നല്ലൊരു വീട്ടില് അല്ലെങ്കിൽ ഒരു സൗകര്യത്തില് താമസിക്കണം. ഒന്ന് അങ്ങനെയുള്ള ഒരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോയത്. ഇവിടെ ബുദ്ധിമുട്ടുകൾ ഒത്തിരിയുണ്ട്. വഴിയാണ്, ഭയങ്കര നോയ്സ്. നമുക്കിപ്പോൾ വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് അതൊക്കെ ഉണ്ടാവും. ഇതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്കൊന്ന് ഇറങ്ങി നടക്കാൻ ഇല്ല, പറ്റത്തില്ല, ഇതൊക്കെയുണ്ട്. പക്ഷേങ്കില് എന്തൊക്കെ വന്നാലും ഒരു അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പോകാനും വരാനുമുള്ള എളുപ്പം അത് നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറുന്നത്. ഇതിലൂടെ നമുക്കുണ്ടാകുന്ന ലക്ഷ്യങ്ങളുടെ ബാധ്യതയാണെന്നുള്ള കാര്യം മറ്റൊരു സത്യം കേട്ടോ. കാരണം നല്ല പൈസ ഒരു വീട് വെക്കണമെങ്കിൽ നമുക്കറിയാം അത്രയധികം പൈസ നമുക്ക് വേണം. അത്രയും ലക്ഷങ്ങൾ നമ്മൾ കടവും വിലയും വാങ്ങിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ബാധ്യതയാണ്. പക്ഷേങ്കില് ഈ ബാധ്യത വരില്ലായിരുന്നു. അവിടെ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക്, അല്ലേ? കടമില്ലാത്തൊരു ജീവിതമായി മാറിയേനെ. അതിൽ നിന്ന് നമ്മൾ കടത്തിലേക്ക് പോരാനുള്ള ഒരു കാരണം ഇതാണ്. അപ്പം മെസ്സേജ് അയച്ച കുറേ ആൾക്കാരുണ്ട്. പെട്ടെന്ന് വീട് വെക്കുമെന്ന് പറഞ്ഞവരുണ്ട്. അവരുടെ എല്ലാം നാവ് പൊന്നായി മാറട്ടെ. നമ്മുടെ അത്യാഗ്രഹമൊന്നുമല്ല, ഒരു കുഞ്ഞൊരു വീട് കയറി നിൽക്കാനായിട്ട് ഒരു അച്ഛനും അമ്മയ്ക്കും വന്ന് താമസിക്കാം. ഒരു മുറി മതി. ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു മുറി ഹാളും കിച്ചണും ഉള്ള വീട് പണിയാം എന്നാണ്. ഇന്ന് എഞ്ചിനീയർ വന്നപ്പോൾ ഒറ്റ മുറി ഹാളും കിച്ചണും ഉള്ള വീട് അതാണ് നോക്കുന്നത്. 2 മുറി പോലും വേണ്ട, ജസ്റ്റ് ഒന്ന് താമസിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ്, ശ്രമിക്കുകയാണ്. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. ഒപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മളൊരു Q&A നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ട്, അറിയാനുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടുക. ഞാനും അച്ഛനും അമ്മയും കൂടെ ഒരു Q&A ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേര് ഇങ്ങനെ Q&A ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ്, അതും കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.